അപ്പോൾ ഐസിൻ ബാംഗ്ലൂർ കാണാൻ പോയിട്ട് നമ്മൾ ആ ഷോഡയുടെ വീഡിയോ ഇട്ടില്ലെങ്കിൽ മോശമല്ലേ. സോ വെൽക്കം ടു ഡേ 1 ഓഫ് ഐസിൻ ബാംഗ്ലൂർ ഗൈസ്. അപ്പോൾ നേരെ വെന്യൂവിലൊക്കെ പോയി കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നു. ഇജാസിനെയൊക്കെ കണ്ടു. ഞാൻ ബാംഗ്ലൂർ വിട്ട കാര്യം പറയുമ്പോൾ ഇജാസ് ഞെട്ടുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ പൊന്നെ, കോമ്പറ്റീഷൻ്റെ കാര്യം പറയുന്നത് ഈ അത്ലറ്റ്സിൻ്റെ കണ്ടീഷൻ വേറെ ലെവലായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ലൈനപ്പ് ഇറങ്ങിയ മിക്കുള്ള അത്ലറ്റ്സിന് പോസിങ് ഭയങ്കര വീക്കായിരുന്നു. അത്രയും നല്ലൊരു ബോഡി ഉണ്ടാക്കി അത് കാണിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് മോശമല്ല. അങ്ങനെ ആയിരിക്കും ഞാൻ ഈ പുള്ളിക്കാരനെ മീറ്റ് ചെയ്തത്. പുള്ളിക്കാരി എക്സ് കമാൻഡോ ആണ്. ഞാൻ പ്രൈസിങ് അടിക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അലിയും ഗ്യാബിയും അവിടെ നിൽക്കുന്നുണ്ട്. ഗ്യാബിനെ ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ സംസാരിക്കുന്ന, പക്ഷേ നേരിട്ട് മീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് എല്ലാവരും അത്ലറ്റ്സിനൊക്കെ ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പയ്യന്മാരൊക്കെ വേറെ ലെവൽ കണ്ടീഷനിലായിരുന്നു. അതേപോലെ തന്നെ ഇറങ്ങി എല്ലാവരും പ്ലേസിങ്ങും ചെയ്തു. അതാണ് വലിയൊരു കാര്യം. ഇതാണ് പ്രേം ജോഷി. പുള്ളി ഒരു വീഗൻ നാറ്റിയാണ്. പുള്ളിക്കാരൻ തന്നെ ഹാമർ കൊണ്ടുപോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, പിള്ളേരുടെയൊക്കെ വീട്ടുകാർ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെ പാട്ടിട്ടാലും അപ്പം തന്നെ പോസിങ് തുടങ്ങുന്നതാണ് അനന്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചൊരു സ്പൈഡർമാൻ്റെ ടീഷർട്ടും വാങ്ങിച്ച് ഡേ 1 അവിടെ ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ ഡേ 2 കാണാം. ബൈ.